തിരുവനന്തപുരത്തുകാരുടെ പഴയ മേയർ ബ്രോ വട്ടിയൂർക്കാവിലെ ഇപ്പോഴത്തെ MLA VK പ്രശാന്ത് പണ്ട് പ്രളയകാലത്തെന്ന പോലെ ഇപ്പോൾ കൊറോണ പ്രതിരോധ കാലത്തും തൻ്റെ യുവ വളണ്ടിയർ സേനയുമായി വളരെ സജീവമായി രംഗത്തുണ്ട്. പൊതു ഇടങ്ങൾ അണുവിമുക്തമാക്കലും കമ്മ്യൂണിറ്റി കിച്ചനുകളും ബ്രേക്ക് ദ ചെയിൻ സാനിറ്റേഷൻ കൗണ്ടറുകളുമെല്ലാം ഒരുക്കുന്നതിന് പുറമെ വീടുകളിലും ഫ്ളാറ്റുകളിലുമെല്ലാം വെറുതെ ഇരിക്കുന്നവർക്ക് പച്ചക്കറി കൃഷി ചെയ്യാനായി വിത്തുകൾ വ്യാപകമായി എത്തിക്കുന്ന ദൗത്യം കൂടി ഇവിടെ MLA ഓഫീസ് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ 24 തിരുവനന്തപുരം നഗരസഭയുടെ കോർപ്പറേഷൻ വാർഡുകളാണ് നിലവിൽ ഉള്ളത്. ഈ 24 വാർഡ് കൗൺസിലർമാരുടെയും യോഗം ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിളിച്ചു ചേർക്കുകയും ഈ വാർഡുകളിൽ നടപ്പാക്കേണ്ട വ്യത്യസ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിനാവശ്യമായിട്ട് രൂപം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മയുള്ളത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് നിർബന്ധിച്ച് ആർക്കും കൊടുക്കേണ്ടത്. ഈ മണ്ഡല പ്രദേശത്ത് വരുന്ന 5 ഹെൽത്ത് സർക്കിൾ ഓഫീസുകളിലായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ബന്ധപ്പെട്ട കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നഗരസഭയുടെ സഹായത്തോടുകൂടി അണുനശീകരണം നടത്താനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ചുകൊണ്ട് റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ വേണ്ടി സാധിച്ചു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് ജനറൽ ഹോസ്പിറ്റൽ അടക്കമുള്ള ഒരു ചികിത്സാ സ്ഥാപനം വരുന്നത്. അവിടെ പ്രത്യേകമായിട്ടുള്ള ഐസൊലേഷൻ സംവിധാനം അടക്കം ക്രമീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാറന്റൈൻ കഴിയുന്ന മുഴുവൻ ആൾക്കാരുടെയും ലിസ്റ്റ് ശേഖരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യം വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിക്ക് കൂടി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വെബ്സൈറ്റ് വഴി വിത്ത് ആവശ്യമുള്ള മുഴുവൻ ആൾക്കാരുടെയും വിവരശേഖരണം ഞങ്ങൾ നടത്തുകയുണ്ടായി. ഇതിനോടകം 1500-ൽ പരം വരുന്ന ആളുകൾ വിത്തിന് വേണ്ടി വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടത്തുകയുണ്ടായി. ആ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള മുഴുവൻ വീടുകളിലേക്കും നമ്മുടെ കൃഷിഭവനുകളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള വിത്ത് സൗജന്യമായി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വോളണ്ടിയർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തുകയാണ്. റേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ റേഷൻ കടകളിലും സാധനങ്ങൾ എത്തിയെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ എത്തിയ സാധനങ്ങൾ വളരെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു എന്നുള്ള ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം റേഷനിങ് ഓഫീസറുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ബാങ്കുകളുടെ മുമ്പിലും റേഷൻ കടകൾക്ക് മുമ്പിലും ക്രമാതീതമായ തിരക്കുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി വോളണ്ടിയർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഐസൊലേഷൻ ക്യാമ്പുകൾ തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതിപ്പോൾ നാലാഞ്ചിറയിലും വുമൻസ് കോളേജിലും, ഇത് രണ്ടും നമ്മുടെ മണ്ഡലത്തിൽ വരുന്നതല്ലെങ്കിൽ മണ്ഡലത്തിലോട് ചേർന്നുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഐസൊലേഷനിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ക്വാറന്റൈനിൽ താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥലങ്ങളുമൊക്കെയാണ് അങ്ങനെയുള്ള സ്ഥലമായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ജില്ലാ ഭരണകൂടം അവിടെയൊക്കെ സ്റ്റിക്കർ പതിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.